കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. അപ്പോൾ എല്ലാവർക്കും മലയാള മാസം ചിങ്ങം 1 മലയാള പുതുവർഷ ദിനം ആശംസകളാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഗുരുവായൂർ ആകെ കല്യാണമയാണ്. 250 കല്യാണം രജിസ്റ്റർ ചെയ്തതും ഒക്കെ പാടെ അതല്ലാതെ വന്നതും എല്ലാം കൂടി ഒരു 100-300 കല്യാണങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അത്രയ്ക്കും തിരക്ക്, അത്രയ്ക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കരமான തിരക്കാണ്. അത്രയ്ക്കും വളരെ തിരക്കാണ് ആകെ. അതിൻ്റെ ഇടയ്ക്ക് VIP ദർശനം എല്ലാം കൂടി വളരെ തിരക്ക് കൂടിയ ദിവസമാണ്, ഞായറാഴ്ചയാണ്. ഇന്നലെയും മിഞ്ഞാന്നും ഒക്കെ നല്ല തിരക്ക് തന്നെയായിരുന്നു. ഇന്നലെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇല്ലെങ്കിൽ കൂടി ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ണിക്കണ്ണൻ്റെ ജന്മദിനമായിട്ട് ആഘോഷിക്കുന്ന സമയമാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അഷ്ടമിയൊക്കെ വന്നിട്ട്, ശ്രീകൃഷ്ണാഷ്ടമി, ജന്മാഷ്ടമി. നമ്മുടെ ഗുരുവായൂർ അടുത്ത പ്രാവശ്യം ആവുള്ളൂ. പക്ഷേ ഇതിങ്ങനെ എല്ലായിടത്തും ബാക്കി ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് നേരെ വരുമ്പോൾ ആ ഒരു അത്തിമര ഗണപതിനെയും വന്ന് തൊഴുത് നമുക്ക് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുന്നത് വലിയ ബലിക്കല്ല് കാണാം. കൊടിമരത്തിൻ്റെ ബാക്കിലുള്ള വലിയ ബലിക്കല്ല് കാണാം. പിന്നെ ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിന് നടുക്കായിട്ടുള്ള ആ മഹാലക്ഷ്മി ദേവീനെയും കണ്ട് പ്രണമിച്ച് നമ്മളങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ പുറകെ ആ ഇടത് ഭാഗത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. ആദ്യത്തെ ഒന്ന് സ്മരിക്കാം. അതുപോലെ വലത് വശത്തുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട്, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ട് തൊഴാം. എന്നിട്ട് നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഇന്ന് ശ്രീലകത്തേക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ കാണാനുള്ളത്. ചിങ്ങം ആയതുകൊണ്ട് തന്നെ നോക്കേണ്ടത് നന്നായിട്ടുള്ള കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ കാണുമ്പോൾ ആദ്യം തന്നെ പാമ്പിൻ്റെ ആ അനന്തനെയാണ് കാണുന്നത്. അനന്തൻ്റെ ഇരിപ്പിടം ആക്കിയിട്ട് അനന്തൻ്റെ മുകളിലിങ്ങനെ ഒരു 3 മടക്കായിട്ട് അനന്തൻ ഇങ്ങനെ കിടക്കണം. അനന്തൻ്റെ ആ മുകളിലിങ്ങനെ ഒരു കാലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ആ കാൽത്തളകളൊക്കെ കാണാണ്ട്, മഞ്ഞ പട്ടൊക്കെ ഞൊറിഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ കാണാണ്ട്, പിന്നെ ഇങ്ങനെ അരമണിയൊക്കെ കാണാണ്ട്, കിങ്ങിണി കാണാണ്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ചതുർബാഹുവാണ്. ചതുർബാഹു എന്ന് പറഞ്ഞാൽ ഇന്ന് പൂർണ്ണത്രയേശനാണ് കേട്ടോ. അതായത് കാലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അനന്തൻ കുട പിടിച്ചിട്ടുണ്ട്. അനന്തൻ്റെ ഫണം ഉയർത്തിയിട്ട് ഇങ്ങനെ കുടയായിട്ട് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു കാഴ്ചയാണ്. പൂർണ്ണത്രയേശനായിട്ടാണ് ഇന്നത്തെ ആ 1-ാം തീയതിയിലെ അലങ്കാരം. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. ശ്രീലകം നിറച്ച് ആ പൂർണ്ണത്രയേശൻ്റെ കാഴ്ചയാണ് കാണുന്നത്. എന്തൊരു രസമാണെന്നറിയോ. ആ പാമ്പിൻ്റെ ആ ഇരിക്കണ പുറത്തൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ അങ്ങനെ മുകളിലിങ്ങനെ കൊട മാതിരി തന്നെയാണ് പിടിച്ചിരുന്നത്. അനന്തൻ നമ്മളെ ഉണ്ണീനെ കൊണ്ടുപോകുമ്പോൾ രാത്രി കൊട പിടിച്ച് കൊടുത്തൂലേ, അതേമാതിരിയാണ്. അതേമാതിരത്തെ കൊട പിടിച്ച് ഇരിക്കുന്ന പോലെയാണ്. വളരെ മനോഹരമായ നല്ല തേജസ്സാർന്ന രൂപത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ ശ്രീലകത്തെ ആ പൂർണ്ണത്രയേശനായിട്ട് കാത്തിരിക്കുന്നത്. ഭക്തരെ മുഴുവൻ 1-ാം തീയതി എല്ലാവർക്കും നല്ല അനുഗ്രഹം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ അത് കാണുമ്പോൾ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കൈവളകൾ ചാർത്തിയിട്ടുണ്ട്. 4 കൈകളിലും ശംഖ് ചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് ഇങ്ങനെ കാണാണ്ട്. അതേപോലെ പൊന്നിൻ്റെ കിരീടം അണിഞ്ഞിട്ടുണ്ട്, ഗോപി തിലകം വെച്ചിട്ടുണ്ട്. പിന്നെ കഴുത്തിലൊരു മാങ്ങാമാല കാണാണ്ട്, ഒരു വളയം പോലത്തെ മാലയും കാണാണ്ട്. പിന്നെ പീലി തിരുമുടിയുടെ അതായത് കിരീടത്തിൻ്റെ മുകളിൽ 2 തിരുമുടിമാലകൾ ഉണ്ട്, തെച്ചിയും തുളസിയായിട്ടുള്ളതും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. പിന്നെ വലിയൊരു ഉണ്ടമാലയുള്ളൂ. ഉണ്ടമാല എന്ന് വെച്ചാൽ ഈ വനമാലയുടെ പോലെ തന്നെ തെച്ചി, തുളസി, വെളുത്ത പൂവ് ആയിട്ടിങ്ങനെ ഏകദേശം സമം ചേർന്നിട്ട് ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. വളരെ ആ ചതുർബാഹുവായ വിഗ്രഹം നിറച്ചിട്ടുണ്ടേന് ഇന്നത്തെ രൂപം. പാമ്പിനെ കാണാനും രസമാണ്. അതേപോലെ ആ ഭഗവാനെ കാണാനും പൂർണ്ണത്രയേശനെ കാണാനും ഒക്കെ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചോളൂ. എല്ലാവരും തൊഴുതോളൂ കേട്ടോ. ആ പൂർണ്ണത്രയേശൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും തൊഴുതോളൂ, പ്രാർത്ഥിച്ചോളൂ.
അങ്ങനെ നമ്മളത് കഴിഞ്ഞ് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബലിക്കല്ല് നോക്കിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴു. അതിന് ശേഷം തിടപ്പള്ളി നോക്കിയിട്ട് ഗണപതി ഹോമം നടത്തുന്ന തിടപ്പള്ളി നോക്കിയിട്ട് തൊഴും. അതിന് ശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഗ്രില്ലിൻ്റെ അപ്പുറത്ത് വന്ന സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അവിടെ വരുമ്പോഴും തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ വന്ന് നോക്കുമ്പോൾ ഗണേശൻ ഇങ്ങനെ കളഭം കൊണ്ട് ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിരിക്കുകയാണ്. കൊമ്പും തുമ്പി കൈയൊക്കെ ആയിട്ട് നന്നായിട്ടുള്ള ചാർത്താണ്. നല്ല ഗോപി പൊട്ട് തൊട്ടിട്ടുണ്ട്. അതേമാതിരി ധാരാളം പൂക്കളുകൾ അലങ്കരിച്ചിട്ടുണ്ട്. അന്ന് ചുവന്ന പൂക്കളും തുളസിപ്പൂക്കളൊക്കെ ഉണ്ട്. കറുകമാലയൊക്കെ കാണാനുണ്ട്. നല്ല രസമായിട്ടുള്ള അലങ്കാരമാണ്. അപ്പോൾ എല്ലാവരും ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ, തൊഴുതോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. അപ്പോൾ 2 മാലകളുണ്ട്, തുളസിപ്പൂവിൻ്റെ തെച്ചിടിയും കൂടി ഉള്ളത്, വെളുത്ത പൂവുണ്ട്. അപ്പോൾ സരസ്വതി ദേവീനെയും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അത് കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് നമ്മൾ മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ മേൽശാന്തിയാണ് കവപ്രമാരാത്ത് അച്യുത നമ്പൂതിരിപ്പാട്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രസാദമൊക്കെ വാങ്ങാം, അർച്ചന പ്രസാദം വാങ്ങാം. അത് കഴിഞ്ഞാൽ നേരെ വാമന രൂപവും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് വരിക. അവിടെയും പറഞ്ഞ പോലെ ഇന്നലത്തെ പോലെ തന്നെ ആ വലിയ നല്ലൊരു മാല, നല്ല വില കൂടിയ മാലയാണ്, അത് മാറ്റണില്ല. അതുകൊണ്ട് അത് കാണാനും നല്ല രസമുണ്ട്. പിന്നെ ധാരാളം താമരപ്പൂക്കളുണ്ട്, തുളസിപ്പൂക്കളുണ്ട് ഇങ്ങനെ. അതേപോലെ മുല്ലപ്പൂവിൻ്റെ മുട്ടുമാല ഉണ്ട്, മുട്ടുമാല. പിന്നെ ജമന്തിമാല ഉണ്ട്, ചെണ്ടുമല്ലിമാല കാണാനുണ്ട്. അങ്ങനെ നല്ല അതായിട്ട് അലങ്കാരമായിട്ട് തന്നെ കേട്ടോ, ധാരാളം മാലകൾ കാണാനുണ്ട്. അപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം വരുമ്പോൾ ഇന്ന് ഗണേശൻ്റെ അവിടുന്ന് കഴിഞ്ഞിങ്ങനെ വന്ന് നമ്മൾ ശ്രീരാമചന്ദ്രനെയും എല്ലാവർക്കും ഓരോ മാലകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭാർഗവരാമനുണ്ട്, ശ്രീരാമനുണ്ട്, ബലരാമനുണ്ട്. അങ്ങനെ വന്ന് നോക്കി കാണുമ്പോൾ കണ്ണനുണ്ട്. എല്ലാവർക്കും മാലകൾ ചാർത്തിയിട്ടുണ്ട്, തുളസി മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. മുരുകനെയും കണ്ട്, മുരുകൻ്റെ അടുത്ത് എന്താ വെച്ചാൽ ഭസ്മം കൊണ്ടുകൊണ്ട്, അതുകൂടാതെ തുളസിപ്പൂവും തെച്ചിപ്പൂവും കൂടിയിട്ടൊരു മാലയും ചാർത്തിയിട്ടുണ്ട് ഭസ്മത്തിൻ്റെ മുകളിൽ. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്ന് മാല ഉണ്ട് കേട്ടോ. ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഇന്നലെ ചെറിയൊരു മാല മാത്രം. ഇന്ന് മാലയും കുങ്കുമമൊക്കെ ധാരാളമുണ്ട്. വെറ്റില മാല ഉണ്ട്, കുങ്കുമമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഹനുമാൻ സ്വാമീനെ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ചെറിയ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ വെണ്ണക്കണ്ണനെയും കാളിയമർദ്ദനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ആ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കോർണറിൽ കൂടെ ഇങ്ങനെ നോക്കിയാൽ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് ആ മണിക്കിണറും അതേപോലെ നൃത്താറയൊക്കെ നോക്കി കണ്ട് തൊഴുത് കുറൂരമ്മേനൊക്കെ കണ്ട് തൊഴുത് നമുക്കിങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അത് വന്നതിന് ശേഷം നമ്മളിങ്ങനെ ആ ഒരു പ്രസാദ കൗണ്ടറിൽ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് നമ്മളിങ്ങനെ വരുന്നത് ഭഗവതിയുടെ അടുത്തേക്ക്, എടത്തരികത്തുകാവ് ഭഗവതിയുടെ അടുത്തേക്കാണ്. ഭഗവതിയുടെ അടുത്തേക്കൊക്കെ ഇങ്ങനെ വരാൻ നല്ല തിരക്കാട്ടോ.
അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഭഗവതീനെ കാണാൻ എന്താ രസം എന്നറിയാം. നല്ല രസമുണ്ട്. ഗോളക തന്നെയാണ്. ഗോളക ഇങ്ങനെ വലിയ ഗോളക ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലിങ്ങനെ മാലകൾ ധാരാളം ചാർത്തിയിട്ടുണ്ട്. തെച്ചിപ്പൂവ് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ താമരപ്പൂവ് കൊണ്ടുണ്ട്. പിന്നെ നല്ല ചുവന്ന പട്ടുടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വലിയ വട്ട പൊട്ട് തൊടിയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആ ശ്രീവേലി വിഗ്രഹത്തിൻ്റെ മുകളിലുണ്ട് ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയിട്ട് മമ്മി വീരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയിട്ട് മമ്മി വീരപ്പനെ മനസ്സിൽ സ്മരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം ലഭിച്ച പ്രതീതിയാവും. അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ പൂർണ്ണത്രയേശനെ ഒന്നുകൂടി കാണാം. അങ്ങനെ കണ്ട് നമസ്കരിച്ച് വരാം. പിന്നീട് ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടൊന്ന് നമസ്കരിക്കാം, തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ അതേപോലെ കുറച്ചൊക്കെ തിരക്കുണ്ട്. ഇന്ന് ചോറ് കൊണ്ട് തിരക്കൊന്നും അത്രയ്ക്കില്ല, എന്നാലും കുറച്ചൊക്കെ തിരക്കുണ്ട്. തൊഴാൻ നിൽക്കുന്ന ആളുകളുടെ തിരക്ക് തന്നെ. അതായത് അയ്യപ്പസ്വാമിയെ കാണാൻ വേണ്ടിയിട്ടല്ല, അതെന്താ വെച്ചാൽ അലങ്കാരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് നോക്കുകയാണ്, എല്ലാവരും കണ്ട് തൊഴുകയാണ്. അപ്പോൾ നമുക്കും തൊഴാം. അങ്ങനെ നോക്കുമ്പോൾ നല്ല ചന്ദനച്ചാർത്തായിട്ട് നന്നായിട്ടുണ്ട്. വലിയ ഗോപീതിലകൊക്കെ വെച്ചിട്ടുണ്ട്. കാതിലൊക്കെ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. വലിയ സ്വർണത്തിൻ്റെ മാലകളുണ്ട്. കിരീടം ചാർത്തിയിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അർച്ചനപ്പൂക്കളുണ്ട്, മാലയുണ്ട്. അപ്പോൾ എല്ലാവരും തൊഴുതോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ തൊഴുത് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വന്ന് ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരുന്നു. വന്നിട്ട് ആ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപം കാണാം. അങ്ങനെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ നാരായണാലയത്തിലൊന്ന് കയറിയിട്ട് നമ്മുടെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ നോക്കി തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഭഗവതിയുടെ അവിടേക്ക് എത്തിയിട്ട് അവിടെ ഒന്നുകൂടി തൊഴാം. പിന്നീട് വലിയ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിൽ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല പ്രകാശം ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മളാ പൂർണ്ണത്രയേശനെ കണ്ടു വന്നുകൊണ്ട് അവിടെ പൂർണ്ണത്രയേശൻ്റെ രൂപത്തിലാണെന്ന് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നത് നമുക്കറിയാവുന്നത് കൊണ്ട് അവിടുന്ന് ആ രൂപത്തിൽ മനസ്സിൽ വിചാരിച്ച് ഒന്നുകൂടി തൊഴാം. പിന്നീട് തെക്കേ നടയിലേക്ക് വന്നാൽ ആ കൂവളത്തെ കാണാം. കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ അവരുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കടപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും, നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ. പുതുവർഷമാണ്, മലയാളം പുതുവർഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഇനി ഈ വർഷം മുഴുവൻ നല്ല സൗഭാഗ്യങ്ങളും സന്തോഷമൊക്കെ ഉണ്ടാവട്ടെ. ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമുക്കിനി ഒരു ചെറിയ കഥ കൂടി പറയാം. ഇന്ന് നമ്മൾ മഹാഭാരതത്തിലെ യുധിഷ്ഠിരൻ, എല്ലാവർക്കും അറിയാലോ, ഏറ്റവും സത്യസന്ധനായ പാണ്ഡവ കുമാരൻ, യമരാജൻ്റെ മകനായ എന്ന് തന്നെ പറയാം. എല്ലാ കാര്യത്തിനും ഒരു അണുവിട പോലും സത്യത്തെ വ്യതിചലിക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് ആ യുധിഷ്ഠിരനെ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിനും കൂടിയും ഒരു ചെറിയ ഒരു അവസരം, സത്യമാണെങ്കിൽ കൂടി അസത്യം പറഞ്ഞ പോലെ ആയിട്ട് ഉണ്ടായ ഒരു കഥയെ പറ്റിയിട്ടാണ്. അതായത് എല്ലാം കഴിഞ്ഞിട്ട് യുദ്ധം കഴിയുന്നതിന് മുൻപ്, അതായത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധങ്ങളായപ്പോൾ കൃഷ്ണൻ പാണ്ഡവരുടെ കൂടെയാണ്, ദുര്യോധൻ്റെ കൂടെ അല്ലല്ലോ. ദുര്യോധൻ, അത് നമ്മൾ ആദ്യം പറയാണ്ട്, എന്താ വെച്ചാൽ തലയുടെ ഭാഗത്ത് കണ്ണന് ക്ഷണിക്കാൻ ചെന്നപ്പോൾ രണ്ട് കൂട്ടരും ചെന്നു. അതായത് അർജുനനും ചെന്നു,
ദുര്യോധനനും ചെന്നു. അപ്പോൾ ദുര്യോധനൻ ഒരു അഹംഭാവമുണ്ട്. താൻ എപ്പോഴായാലും വലിയോടത്തായിരിക്കുള്ളൂ. ആദ്യം കാണുക തലയുടെ ഭാഗത്തിരുന്നാലാന്ന് വെച്ചിട്ട് ദുര്യോധനൻ്റെ തലയുടെ, അതായത് കൃഷ്ണൻ്റെ തലയുടെ ഭാഗത്ത് ദുര്യോധനൻ ചെന്നിരുന്നു. മറ്റാളെന്താ വെച്ചാൽ, ഞാൻ പാവമാണ്, എൻ്റെ സതീർത്ഥ്യനാണ്, അപ്പോൾ എനിക്ക് കാൽപാദം മതി എന്ന് പറഞ്ഞിട്ട് അർജുനൻ കാൽപാദത്തിൻ്റെ അവിടെ വന്നു. അപ്പോൾ കണ്ണൻ നീച്ച് നോക്കിയത് നേരെ ആദ്യം കാണുന്നത് കണ്ണൻ അർജുനെയാണ്. അപ്പോൾ അർജുനന് വേണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ാണ് ദുര്യോധനെ കാണുന്നത്. ദുര്യോധനെ കണ്ടപ്പോൾ അയ്യോ ഞാൻ കണ്ടില്ലല്ലോ, തലയുടെ അവിടെ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയണു. കുഴപ്പമില്ല, എനിക്ക് അങ്ങയുടെ സർവ്വ സൈന്യവും എൻ്റെ ഒപ്പം മതി എന്ന് പറഞ്ഞു ദുര്യോധനൻ. ഓ അതിനെന്താ തരാലോ എന്ന് പറഞ്ഞിട്ട് സർവ്വ സൈന്യ സന്നാഹങ്ങളോട് കൂടിയിട്ട് അങ്ങോട്ട് കൊടുത്തു. മറ്റാൾക്ക്, അതായത് പാണ്ഡുപുത്രനായ അർജുനന് ആകെ കണ്ണനെ മാത്രം മതി എന്നാണ്. എനിക്ക് കണ്ണനെ മാത്രം മതി. ദുര്യോധനൻ വിചാരിച്ചു, ഓ കണ്ണൻ ഒറ്റയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യാനാ, സൈന്യമല്ലേ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത്രയും വലിയ ബൃഹത്തായ സൈന്യത്തോട് കൂടിയിട്ടാണ്, അതുപോലെ ഭീഷ്മർ, ശല്യർ, ദ്രോണർ അങ്ങനെയുള്ള ഗുരുക്കന്മാരൊക്കെ അപ്പുറത്ത് ഇങ്ങനെ നിൽക്കുക. അതൊക്കെ കണ്ടിട്ട് യുദ്ധം തുടങ്ങിയിട്ട് കുറച്ചായേക്കുമ്പോൾ എങ്ങനെ പോയാലും ദ്രോണൻ്റെ ഒരു സമയത്തി ദ്രോണൻ ഇങ്ങനെ കൊന്ന് പാണ്ഡവ പടയെ നിശേഷം കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ ഉണ്ടായി. ആ അവസ്ഥയിൽ ഇതിങ്ങനെ പോയാൽ വിട്ടാൽ ശരിയാവില്ല എന്ന് കണ്ണന് മനസ്സിലായി. കണ്ണൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അശ്വത്ഥമാവ് കൊല്ലപ്പെട്ടു എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ അത് പറയില്ല, ഏട്ടനോട് അത് പറഞ്ഞാൽ ഏട്ടൻ സമ്മതിക്കില്ല എന്ന് ബാക്കിയുള്ള 4 പേരും പറഞ്ഞു. അതായത് പാണ്ഡവപക്ഷത്തിലുള്ള അർജുനനും ഭീമനും ഒക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, എന്നാൽ അശ്വത്ഥമാവ് പോലെ ഒരു പേരിട്ട ആനയെ കൊടുന്നിട്ട് അതിനെ കൊല്ലൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അത് വിളിച്ചു പറയാൻ പറഞ്ഞു. അപ്പോൾ ആനയെ കൊന്നതിന് ശേഷമാണ് യുധിഷ്ഠിരനോട് പറയുകയാണ്, യുധിഷ്ഠിര അശ്വത്ഥാമ ഹത കുഞ്ചരഹ എന്ന് പറഞ്ഞു. അതായത് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞ് ഒരു കുറച്ച് നേരം നിർത്തിയിട്ടാണ് കുഞ്ചരഹ, അതായത് ആനയാണ് മരണപ്പെട്ടതെന്ന്. പക്ഷേ ഈ അശ്വത്ഥാമാവ് മരണപ്പെട്ടു എന്ന് മാത്രമാണ് ദ്രോണാചാര്യർ കേട്ടത്. അത് കേട്ടപ്പോൾ തന്നെ ആളാകെ തളർന്നു പോയി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത്ര സ്വന്തം മകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു അതിലാണ് വലിയ പ്രശ്നങ്ങൾ ആയിട്ട് ആ യുദ്ധം അങ്ങനെ അവിടുത്തെ ദ്രോണൻ അവസാനിപ്പിക്കുകയാണ്. കാരണം പിന്നെ ഇനി ഒന്നിനും വയ്യ, സ്വന്തം മകൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പറ്റുക, ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ കൂടി അറിഞ്ഞുകൊണ്ടല്ലാതെയാണെങ്കിൽ കൂടി യുധിഷ്ഠിരൻ ഒരു ചെറിയ പാപം, അതായത് അസത്യമാണ് എന്ന് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള പാപം അത് പറഞ്ഞത് കാരണം മരിച്ചു പോയപ്പോൾ ബാക്കി എല്ലാവരും നരകത്തിലാണ് കിടക്കുന്നത്. യുധിഷ്ഠിരനെ നേരെ സ്വർഗ്ഗലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു നോട്ടം കാണിച്ചു കൊടുക്കുകയാണ്. അതായത് യമധർമ്മരാജൻ നേരിട്ട് കൊണ്ടുപോകുമ്പോൾ താഴത്തേക്ക് നോക്കുകയാണ്. നോക്കുമ്പോൾ തൻ്റെ അനിയന്മാർ ഈ നരകക്കുഴിയിൽ ഇങ്ങനെ നരകവാരുതിയിൽ ഇങ്ങനെ കിടന്ന് ഉഴലാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. അപ്പോൾ ഇതെന്തിനാപ്പം താൻ കണ്ടതെന്ന് ചോദിച്ചപ്പോൾ താൻ ഒരു നുണ പറഞ്ഞു, നുണയെപ്പോലെയായി പറഞ്ഞു എന്നുള്ളത് കാരണം കൊണ്ടാണ് ഇങ്ങനെ കാണേണ്ടി വന്നത് എന്നാണ് യമധർമ്മരാജൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു കഥയുടെ പരിസമാപ്തി. എന്തായാലും എല്ലാവർക്കും ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും ഷെയർ ചെയ്യുക, കേട്ടതാണെങ്കിലും വീണ്ടും ഒന്നുകൂടി കേൾക്കുക. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.